മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഞ്ജു മേഘനാഥനെ കാണാൻ വന്നിരിക്കുകയാണ്. മേഘനാഥൻ ഇങ്ങനെ ഡേറ്റ് നീട്ടി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമ്മുടെ മഞ്ജുവിനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയെയും കണ്ണനെയും പിരിയിച്ചിട്ട് മതി നമ്മുടെ കല്യാണം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ മഞ്ജു പറയുകയാണ്, എന്നാ പിന്നെ മേഘേട്ടൻ എന്നെ വിവാഹം കഴിക്കലൊന്നും ഉണ്ടാകില്ല. അവര് തമ്മിൽ ഒടുക്കത്തെ സ്നേഹമാ. മഹാലക്ഷ്മി ആണെങ്കിൽ ഒരിക്കലും കണ്ണേട്ടനെ വിട്ടു പോകത്തുമില്ല. അപ്പോൾ പിന്നെ അതും പറഞ്ഞ് മേഘേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇനി മേഘേട്ടന്റെ എന്തെങ്കിലും കൊള്ളരുതാത്ത സ്വഭാവം മഹാലക്ഷ്മിക്ക് അറിയോ? അതാണോ മേഘേട്ടൻ അവരെ പേടിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മഞ്ജു സംശയത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മേഘനാഥൻ കുറച്ച് പരിഭ്രമത്തിൽ നമ്മുടെ മഞ്ജുവിനോട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മഞ്ജുവിനെ തിരിച്ചു വിടുന്നുണ്ട്. മഞ്ജു തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ദുർഗാമ്മയോടും കരുണയോടും പറയുന്നുണ്ട്, മേഘേട്ടൻ ഇപ്പോൾ കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ പോകുവാണെന്നാ തോന്നുന്നേ അമ്മേ. ഇങ്ങനെ ഡേറ്റ് നീട്ടി കൊണ്ടുപോവുക, എനിക്ക് അതിലെന്തോ പന്തികേട് തോന്നുന്നുണ്ടെന്ന് നമ്മുടെ മഞ്ജു പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മി മാറി നിന്ന് കേൾക്കുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ദുർഗാമ്മ കാണുന്നുണ്ട്. അപ്പോൾ ദുർഗാമ്മ പറയുന്നുണ്ട്, നിനക്ക് ഈ കല്യാണം മുടങ്ങുന്നതിൽ സന്തോഷമാണല്ലേ, അവളുടെ മുഖത്ത് ചിരി കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ മേഘേട്ടന്റെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം, പിന്നെന്തിനാ നിങ്ങൾ ഇത്ര സങ്കടപ്പെടുന്നേ? ഈ കല്യാണം നടക്കേണ്ടതാണെങ്കിൽ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണന്റെ ഓഫീസിലോട്ട് പോകുന്നുണ്ട് മഹാലക്ഷ്മി. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, മഞ്ജു എന്നെ വിളിച്ചിരുന്നു, മേഘൻ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണെന്നാ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് നല്ലതല്ലേ കണ്ണേട്ട, കണ്ണേട്ടനും അറിയാവുന്നതല്ലേ അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം, എന്നിട്ടാണോ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മാവന്റെ മകനല്ലേ, അവൾക്കാണെങ്കിൽ എന്തായാലും അവനെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം നടത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, അനന്തും ലേഖയും വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ മഹിയും കണ്ണനും കൂടി അനന്തുവിനെയും ലേഖയും കാണാൻ പോകുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.